ഹായ് ഫ്രണ്ട്സ്, ദേശീയപാത കേരളത്തിലെ പല ഭാഗങ്ങളിലും 8 നിലയിൽ പൊട്ടിപ്പൊളിയുന്നത് കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്ന ചൊല്ലിതാണ്: സക്സസ് ഹാസ് മെനി ഫാദേഴ്സ് ബട്ട് ഫെയിലിയർ ഈസ് ആൻ ഓർഫൻ. വിജയത്തിന്റെ ക്രെഡിറ്റ് അവകാശപ്പെടാൻ, പിതൃത്വം അവകാശപ്പെടാൻ ഒരുപാട് ആൾക്കാരുണ്ടാവും. പക്ഷേ പരാജയം എന്നും ഒരു അനാഥനായിരിക്കും. അത് ആർക്കും വേണ്ട. നമുക്കറിയാം, ദേശീയപാത എന്ന് പറയുന്നത് സ്ഥലം ഏറ്റെടുക്കുന്ന ചുമതല മാത്രമേ സംസ്ഥാന ഗവൺമെന്റിനുള്ളൂ. നടത്തുന്നതും നടപ്പാക്കുന്നതും ഒക്കെ കേന്ദ്ര ഗവൺമെന്റാണ്. അതുകൊണ്ട് തന്നെ ഇതിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ കേന്ദ്ര ഗവൺമെന്റ് ആവുകയില്ല. തീർച്ചയായും ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് കേന്ദ്ര പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി രാജിവെക്കേണ്ടതാണ്. പക്ഷെ അത് സംഭവിക്കാൻ പോകുന്നില്ല. ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുക്കുക എന്ന് പറയുന്നത് ഇപ്പൊ കേട്ടുകേഴ്വി പോലുമില്ല. അങ്ങനെ ഏറ്റെടുക്കാനായിരുന്നെങ്കിൽ കേരളത്തിലെ മന്ത്രിമാര് വേണ്ട, മുഖ്യമന്ത്രി പോലും എത്രയോ തവണ രാജിവെക്കേണ്ടി വന്നേനെ. അതോടെ നിൽക്കട്ടെ. നമ്മൾ പറഞ്ഞു വരുന്നത് ദേശീയപാത വികസനത്തെ പറ്റിയാണ്. ദേശീയപാതയ്ക്കായിട്ട് കേന്ദ്രം പണം മുടക്കുന്നുണ്ടെങ്കിൽ അത് മുടക്കുന്നതിനും അതിലേറെയുമായിട്ട് ടോളായി അവർ പിരിച്ചെടുക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഒരു വിധത്തിൽ പറഞ്ഞാൽ ഇത് ഒരു ബിസിനസ് തന്നെ. ഈ ടോള് പിരിവിലൂടെ കേന്ദ്രത്തിന്റെ പോക്കറ്റ് നിറയുന്നു. സംസ്ഥാനത്തിന് കാര്യമായ നേട്ടമൊന്നുമില്ല. സംസ്ഥാനത്തിന്റെ ഓവറോൾ ഡെവലപ്മെന്റ് അല്ലെങ്കിൽ വികാസത്തിന് അത് ഉപകരിക്കും, തീർച്ചയാണ്, സംശയമൊന്നുമില്ല. എങ്കിൽ പോലും സാമ്പത്തികമായിട്ട് നേട്ടം കേന്ദ്ര ഗവൺമെന്റ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം പരാജയങ്ങളുടെ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒളിച്ചോടാൻ കേന്ദ്ര ഗവൺമെന്റ് ആവുകയില്ല. ആത്യന്തികമായി പറഞ്ഞാൽ പൊളിഞ്ഞ പാതയൊക്കെ വീണ്ടും പുനർനിർമ്മിക്കും. അതിന്റെ നഷ്ടം കൂടി നമ്മളിൽ നിന്ന് ഈടാക്കും. എന്ന് പറഞ്ഞാൽ ഈ പിരിച്ചെടുക്കുന്ന പണം ആരുടേതാണ്? എന്റെയും നിങ്ങളുടെയും പണം, ടാക്സ് പേയേഴ്സ് മണി. വീണ്ടും ഒരിക്കൽ കൂടി ഞാൻ പറഞ്ഞ ആ ആപ്തവാക്യത്തിലേക്ക് മടങ്ങി വന്നാൽ ഒരു ഉദാഹരണം എടുക്ക്. വിഴിഞ്ഞം തുറമുഖ പദ്ധതി തുടങ്ങി വെച്ച് ഉമ്മൻചാണ്ടി ഗവൺമെന്റ്, പൂർത്തിയാക്കിയത് LDF ഗവൺമെന്റ്. തീർച്ചയായും LDF ഗവൺമെന്റ് നിർണായക പങ്ക് വഹിക്കുക തന്നെ ഉണ്ടായി. പക്ഷേ LDF ഗവൺമെന്റ് മാത്രം പദ്ധതിയാണെന്ന് മാത്രം പറയരുത്. അത് നീതിക്ക് നിരക്കുന്നതല്ല. കാരണം ഒരു പദ്ധതി ആരംഭിക്കുക എന്ന് പറയുന്നത് അത് എളുപ്പമുള്ള കാര്യമല്ല. ബെസ്റ്റ് എക്സാമ്പിൾ അല്ലേ സിൽവർ ലൈൻ. എവിടെ പോയി? പുലി വരുന്നേ എന്ന് പറയുന്നതല്ലാതെ സിൽവർ ലൈൻ എന്ന പുലി ഇതുവരെയും എത്തിയില്ല. മൈൽകുറ്റിയെ കൊണ്ട് സ്ഥാപിച്ചു, ഇപ്പൊ ഒരെണ്ണം പോലുമില്ല, പൊട്ടി പോലുമില്ല കണ്ടുപിടിക്കാൻ. അപ്പോ എല്ലാ നൂലാമാലകളും കടന്ന് അത് പ്രാവർത്തികമാക്കുക എന്ന് പറയാൻ അത്ര നിസ്സാരമായ കാര്യമല്ല. ആ ജോലി ചെയ്തത് ഉമ്മൻചാണ്ടി ഗവൺമെന്റ് ആണ്. തീർച്ചയായിട്ടും LDF ഗവൺമെന്റിന്റെ നിശ്ചയദാർഢ്യം കൊണ്ട് തന്നെയാണ് അത് പൂർത്തിയായത്. BJP ഗവൺമെന്റ് പങ്കുണ്ട കാരണം അദാനി എന്ന് പറയുന്നത് പ്രധാനമന്ത്രിയുടെ സ്വന്തമാണ്. അദാനിയെ പ്രൈം മിനിസ്റ്റർ സ്പോൺസർ ചെയ്യുന്നു, അത് നേരെ തിരിച്ചാണോ എന്നുള്ളത് സംശയമുള്ളൂ. അപ്പോൾ എല്ലാവരും അവിടെ പങ്ക് വഹിക്കുന്നുണ്ട്. പക്ഷേ ക്രെഡിറ്റ് ഏറ്റെടുക്കാൻ ഒന്നാമതായി മുമ്പിൽ കണ്ടത് ആ BJPയെയും BJP ഗവൺമെന്റിനെയും പ്രധാനമന്ത്രിയൊക്കെയാണ്. വഴിയേ പോയ BJP പ്രസിഡന്റ് പോലും ആ സ്റ്റേജിൽ കയറിയിരുന്നു. അതാണ് ഞാൻ പറയുന്നത്, സക്സസ് ഹാസ് മെനി ഫാദേഴ്സ് ബട്ട് ഫെയിലിയർ ഈസ് ആൻ ഓർഫൻ.